അങ്കമാലി കാലടി MC റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. രായമംഗലം സ്വദേശികളായ ബിജു, വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിരവധി അപകട വാർത്തകളെ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വാഹനാപകട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചിയിലാണ്, കാലടി കടുത്താണ് ഈ അപകടം ഉണ്ടായത്. ഈ കുഴിയിൽ വീണുള്ള അപകടം ആ മേഖലയിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേയിടത്താണോ ഈ അപകടം ഉണ്ടായത്? എന്നാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് ഈ പരിക്കേറ്റവരുടെയൊക്കെ അവസ്ഥ? അങ്കമാലി കാലടി MC റോഡ് അത് നേരത്തെ മുതൽ തന്നെ പല ഭാഗങ്ങളിലും, അത് മെയിൻ റോഡാണ്, പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഈ അങ്കമാലി കാലടി MC റോഡ്. ഈ റോഡിലാണ് പല ഭാഗങ്ങളിലായിട്ട് ഈ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. നേരത്തെ മുതൽ തന്നെ പ്രജിൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ ഇവിടെ ഇരുചക്ര വാഹനങ്ങളിൽ നിന്നൊക്കെ വീണ് യാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നത് നമ്മൾ തന്നെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അപകടത്തിൽ നിന്ന് നമുക്ക് പിന്നെയും കാണാനായിട്ടുള്ളത്. മഴ പെയ്തതോടുകൂടി തന്നെ ഈ കുഴികളിലൊക്കെ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ബൈക്ക് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികർക്ക് ഏറെ അപകടമുണ്ടാകുന്ന ഒന്നാണ്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ് ഈ വേങ്ങൂർ ഭാഗത്ത് കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. രായമംഗലം സ്വദേശികളായ ബിജു, വിനോദ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവരുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. ബിജുവിന്റെ കൈപ്പത്തിക്ക് ഗുരുതരമായിട്ടുള്ള പൊട്ടലും കൈകാലുകൾക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ട്. വിനോദിനും സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം ഇവർ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ഈ പരിക്കല്പം ഗുരുതരമായതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിനു മുൻപും പലതവണയായിട്ട് അങ്കമാലി കാലടി MC റോഡിലെ പല ഭാഗങ്ങളിൽ ഈ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴായിട്ട് അത് അധികൃതരുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും വേണ്ട തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകാത്തതാണ് തുടർച്ചയായിട്ട് വീണ്ടും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അവിടുത്തെ നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. പ്രജി, ശരി, ആൻമരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ വൻവാർ തുടങ്ങിയ ശേഷം ഇതെനിക്ക് തോന്നുന്നു 3-ോ 4-മത്തെയോ അപകട വാർത്തയാണ് വായിക്കുന്നത്. ഒരുപാട് അപകട വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ ഈ കൊച്ചിയിൽ ആൻമരിയ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ നേരത്തെയും ഒരുപാട് സമാനമായ അപകടങ്ങൾ ഉണ്ടായതാണ്. എന്നിട്ടൊന്നും അവിടെ അധികാരികൾ ഇടപെടുന്നില്ല, ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നതാണ് വാസ്തവം.